നമസ്കാരം. അർജുൻ ആയെങ്കിൽ അച്ഛനമ്മമാർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ അച്ഛനമ്മമാർക്കുമല്ല, SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിക്കുന്നവരുടെ അച്ഛനമ്മമാർക്ക്. അർജുൻ ആയെങ്കിയുടെ അച്ഛനും അമ്മയും എന്തായാലും അയാളെ ഒരു ക്രിമിനലായി വളർത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല. മകനെന്ന നിലയിൽ വളർന്ന് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്നായിരിക്കും അവരും ആഗ്രഹിച്ചത്. പക്ഷേ അർജുൻ ആരായി? കേരളം അറിയുന്ന ഒരു കൊടും ക്രിമിനൽ. ആരാണ് അർജുനെ അങ്ങനെ ആക്കി തീർത്തത്? പാർട്ടി. അർജുൻ CPMകാരനായിരുന്നു എന്നും പാർട്ടിക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ടെന്നും പലരെയും ആക്രമിച്ചിട്ടുണ്ടെന്നും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ പാർട്ടിയാണ് എല്ലാവിധ പിന്തുണയും കൊടുത്ത് അർജുനെ ഒരു ക്രിമിനലാക്കി മാറ്റിയത്. എന്നിട്ടോ പിണറായി വിജയനും MP ജയരാജനും അടക്കമുള്ള നേതാക്കൾ അയാളെ തള്ളിപ്പറഞ്ഞു. P ജയരാജനാണ് അർജുന് വേണ്ട എല്ലാ ഒത്താശയും പിന്തുണയും കൊടുത്തിരുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും അർജുനെ സംരക്ഷിക്കുകയായിരുന്നു പാർട്ടിയും പാർട്ടി നേതാക്കളും ഇതുവരെ ചെയ്തത്. MP ജയരാജൻ തള്ളിപ്പറഞ്ഞതിനു ശേഷം അർജുൻ തന്നെ ഒളിവിടത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, 5 കിലോമീറ്റർ അകലെ ഒരു സഖാവിന് കുത്തേറ്റപ്പോൾ ചോര തിളച്ചോടിപ്പോയി അയാളെ ആക്രമിച്ച കാര്യം. അപ്പോൾ വ്യക്തമായല്ലോ അർജുൻ ആയെങ്കി ആരാണെന്ന്. ആയെങ്കിക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തിരുന്ന P ജയരാജന് 2 ആൺമക്കളുണ്ട്. അവരാരെങ്കിലും ഏതെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ? ഇല്ല. നേതാക്കളുടെ മക്കളെല്ലാം സുരക്ഷിതരാണ്. അവർക്ക് ആരെയും പേടിക്കേണ്ട. മറ്റുള്ളവരുടെ മക്കളെ റോഡിലിറക്കി മുദ്രാവാക്യം വിളിപ്പിച്ചും തല്ലുകൊള്ളിച്ചും കേസിൽപ്പെടുത്തിയും രക്തസാക്ഷികളാക്കിയും ഒക്കെയാണ് CPM നേതാക്കൾ പാർട്ടി വളർത്തിയത്. അവരുടെ നിലനിൽപ്പ് തന്നെ SFIക്കാരാണ്. SFIക്കാരില്ലെങ്കിൽ ഈ പാർട്ടി കുറച്ചു വർഷങ്ങൾക്കകം സിംഹവാലൻ കുരങ്ങിനെ പോലെ വംശമറ്റ് പോകും. ഇക്കാര്യം നേതാക്കൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ SFI പ്രവർത്തകരെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതും സംരക്ഷിക്കുന്നതും. ഇവിടെ എത്രയോ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ആ സംഘടനകളിലെ ഏതെങ്കിലും പ്രവർത്തകർ ഈ SFIക്കാരെ പോലെ അക്രമം കാണിക്കുന്നുണ്ടോ? ജീവിച്ചിരിക്കുന്ന അധ്യാപികയ്ക്ക് റീത്ത് വയ്ക്കുന്നതും പ്രിൻസിപ്പലിൻ്റെ കസേര തല്ലി തകർക്കുന്നതും കൂടെ പഠിക്കുന്നവനെ കുടിവെള്ളം പോലും കൊടുക്കാതെ റാഗ് ചെയ്ത് കൊല്ലുന്നതും കൂടെ പഠിക്കുന്ന പെൺകുട്ടിക്ക് വയറ്റിലുണ്ടാക്കി കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും ചോദ്യപേപ്പർ ചോർത്തുന്നതും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നതും അധ്യാപികയെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും അനുവദിക്കാതെ മണിക്കൂറുകളോളം തടഞ്ഞു വയ്ക്കുന്നതും കൂടെ ചെല്ലാൻ വിളിക്കുന്നതുമൊക്കെ SFIക്കാർ മാത്രമാണ്. അത്രയധികം മനോവൈകൃതങ്ങൾ ഉള്ളവരാണവർ. അവർ ജന്മന അങ്ങനെയായിരുന്നോ? അല്ല, അവരെ അങ്ങനെ ആക്കിയെടുത്തതാണ്. ആരാണ് അങ്ങനെ ആക്കിയെടുത്തത്? ഈ CPM നേതാക്കൾ. മുമ്പൊരു SFI നേതാവ് ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് PM ആർഷോ. 2 വധശ്രമം ഉൾപ്പെടെ 42ഓളം ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്ന അവനാണ് വിദ്യാർത്ഥി സംഘടനയായ SFIയെ വർഷങ്ങളോളം നയിച്ചത്. ആർഷോയുടെ ഭാര്യ വിദ്യ വിജയൻ SFIക്കാരിയായിരുന്നു. അവരാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിക്ക് ശ്രമിച്ച് പിടിക്കപ്പെട്ട് ജയിലിൽ കിടന്നത്. തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ ബാലസംഘത്തിലൂടെ രംഗത്ത് വന്ന് SFIയിലൂടെ വളർന്ന് മേയറായ ആളാണ്. 5 കൊല്ലം അവർ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാനിവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മറ്റേതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയിലോ യുവജന സംഘടനയിലോ സർക്കാർ ജീവനക്കാരുടെ സംഘടനയിലോ ഉള്ള ആരെങ്കിലും ഇത്തരത്തിൽ പെരുമാറുന്നുണ്ടോ? ഇല്ല. അവരൊക്കെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ മാന്യതയും മിതത്വവും പുലർത്തുന്നവരാണ്. അതുപോലെയാണോ CPMകാരും അതുമായി ബന്ധപ്പെട്ട സംഘടനയിലുള്ളവരും? അല്ല. വിരട്ടിയും ഊച്ചാളിത്തരവും ചട്ടമ്പിത്തരവും ഒക്കെ കാണിച്ച് ആളുകളെ പേടിപ്പിച്ച് കാര്യം നേടുന്ന രീതിയാണ് ഇവർക്കെല്ലാം. A റഹീമിൻ്റെയും പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിൻ്റെയും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെയും സ്വരാജിൻ്റെയും MM മണിയുടെയും എന്തിന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന പിണറായി വിജയൻ്റെയും വരെ കാര്യം നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഭീഷണിയുടെ സ്വരം, ധാർഷ്ട്യത്തിൻ്റെയും വെല്ലുവിളിയുടെയും സ്വരം, അതാണിവർക്ക്. പിണറായി വിജയൻ്റെ ചിത്രം കണി കണ്ടുണർന്നിരുന്ന ഒരു SFIക്കാരനുണ്ടായിരുന്നു. പേര് ജിഷ്ണു പ്രണോയ്. ആത്മഹത്യ ചെയ്ത അവൻ്റെ അമ്മ മഹിജ DGPയെ കാണാൻ വന്നപ്പോൾ റോഡിലിട്ട് വലിച്ചിഴച്ചത് ആരും മറന്നിട്ടില്ലല്ലോ. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അർജുൻ കൊല്ലപ്പെട്ടപ്പോൾ അവൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ബക്കറ്റുമെടുത്ത് നാടുനീളെ പിരിവെടുത്തവന്മാരാണ് ഇവന്മാർ. എന്നിട്ട് പിരിഞ്ഞു കിട്ടിയതിൽ എത്ര രൂപ അർജുൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കി? കുറച്ചു കൊടുത്തു, ബാക്കി കമ്പനിക്ക്, അതായത് പാർട്ടിക്ക്. രക്തസാക്ഷി ഫണ്ടിൽ പോലും കൈയിട്ട് വാരുന്നതിന് മടി കാണിക്കാത്തവരാണ് ഇവറ്റകൾ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ കോടികൾ കൊണ്ടാണ് AKG സെൻറ്റർ കെട്ടിപ്പൊക്കിയത്. ആ AKG സെൻറ്ററിൻ്റെ 7 അയലത്ത് ഈ SFIക്കാർക്കോ DYFIക്കാർക്കോ സാധാരണ പാർട്ടി പ്രവർത്തകർക്കോ രക്തസാക്ഷികളുടെ വീട്ടുകാർക്കോ പോകാൻ പറ്റുമോ? ഇല്ല, അടുപ്പിക്കില്ല. അതിൻ്റെ 7 അയലത്ത് പോലും. ഒരു തൊഴിലാളി വർഗ പാർട്ടിക്ക് എന്തിനാണ് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള പാർട്ടി ഓഫീസെന്നും എങ്ങനെയാണ് അതിനുള്ള പണമുണ്ടാക്കിയതെന്നും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നേതാക്കളുടെ മക്കൾ പാർട്ടിക്ക് വേണ്ടി റോഡിൽ കിടന്ന് തല്ലുകൊണ്ടിട്ടുണ്ടോ? ഇല്ല. പിണറായി വിജയൻ്റെ മക്കൾ പഠിച്ചത് UK-യിലും കോയമ്പത്തൂരിലും. AK ബാലൻ്റെ മകൻ പഠിച്ചത് നെതർലാൻഡിൽ. തോമസ് ഐസക്കിൻ്റെ മക്കൾ പഠിച്ചത് വിദേശത്ത്. ഇവിടെ SFIക്കാരെ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്താൻ തള്ളിവിട്ടിട്ട് അതേ സമയത്ത് പിണറായി വിജയൻ തൻ്റെ മകളെ കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജിൽ ചേർത്ത് പഠിപ്പിച്ചു എന്നറിയുമ്പോഴേ കമ്മ്യൂണിസ്റ്റ് ചതിയുടെ ആഴം മനസ്സിലാകൂ. പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ്റെ ഒരു മകൻ ബിസിനസ്സും സിനിമാ സംവിധാനവും ഒക്കെയാണ്. മറ്റൊരു മകൻ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റാണ്. കോടിയേരിയുടെ 2 മക്കളും കോടീശ്വരന്മാരായ ബിസിനസ്സുകാരാണ്.
ഒരൊറ്റ നേതാവിൻ്റെ മക്കളും തൊഴിലില്ലാതെ തെക്ക് വടക്ക് തെണ്ടി നടക്കുന്നില്ല. യുവ നേതാക്കളിൽ എത്ര പേരുടെ മക്കൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുത്തരുടെയും മക്കൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നില്ല. പഠിക്കുന്നത് സ്വകാര്യ സ്കൂളുകളിൽ. സ്വകാര്യ സ്കൂളുകളിൽ SFIയും ഇല്ല, പഠിപ്പ് മുടക്കമില്ല, അക്രമവുമില്ല. മനസ്സിലായോ ഇവരുടെ ഇരട്ടത്താപ്പ്? പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 26 പേർ 2.5 മാസത്തോളം ജയിലിൽ കിടന്നു. ആർക്കു വേണ്ടി? പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി. എന്നിട്ട് പിണറായിയുടെ മകൾ ജയിലിൽ കിടന്നോ? ഇല്ല. ആക്രമിക്കപ്പെട്ട ED ഉദ്യോഗസ്ഥരെ പോലീസ് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയതിനു ശേഷം വരാന്തയിലേക്ക് ഇറങ്ങി വന്ന് നമുക്കൊന്നിച്ചു നിൽക്കാം, അപ്പോൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയില്ലേ എന്ന് മുഷ്ടു ചുരുട്ടി പറഞ്ഞ അണികളിൽ ആവേശം കുത്തിനിറച്ച പിണറായി വിജയൻ ഒരു ദിവസമെങ്കിലും ജയിലിൽ പോയി അവരെ ആരെങ്കിലും കണ്ടോ? അവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ പോയോ? എന്തിന്? പരസ്യമായി അവർക്ക് പിന്തുണയെങ്കിലും കൊടുത്തോ? ഇല്ല. എനിക്ക് പറയാനുള്ളത് മക്കളെ SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിക്കാൻ വിടുന്ന അച്ഛനമ്മമാരോടാണ്. നിങ്ങളിതൊക്കെ ഒന്ന് ചിന്തിക്കണം. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കാൻ വരുന്ന നിങ്ങളുടെ മക്കളെ അക്രമത്തിലേക്ക് തള്ളിവിടുകയും ആദ്യം അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യും. കേസിൽപ്പെട്ടാൽ അവർക്ക് പാസ്പോർട്ട് എടുക്കാനോ വിദേശത്ത് പോകാനോ കഴിയില്ല. സർക്കാർ ജോലിയോ സ്വകാര്യ ജോലിയോ കിട്ടില്ല. അങ്ങനെ അവർ ആയുഷ്കാലം പാർട്ടി അടിമകളായി, പാർട്ടി ഗുണ്ടകളായി ജീവിക്കേണ്ടി വരും. അർജുൻ ആയങ്കിയെ ഇങ്ങനെയാക്കിയത് CPM നേതാക്കളുമാണ്. നഷ്ടപ്പെട്ടത് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും മാത്രമാണ്. അവൻ്റെ അമ്മയ്ക്കുള്ളിടത്തോളം വേദന അവൻ്റെ കൂട്ടുകാർക്കോ നേതാക്കൾക്കോ ഉണ്ടാകില്ല. ഇനി എത്ര കൊല്ലം അവൻ കേസുമായി കോടതിയുടെയും പോലീസ് സ്റ്റേഷനുകളുടെയും വരാന്തകൾ കയറി ഇറങ്ങി നടക്കണം? കേസ് നടത്താനുള്ള പണം കണ്ടെത്താൻ വീണ്ടും അവൻ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയും. മാനസാന്തരപ്പെട്ട് ഈ അക്രമങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ജീവിക്കാൻ ഇനി ഈ ജീവിതകാലത്ത് അവന് കഴിയില്ല. അതുകൊണ്ട് SFIയിലും DYFIയിലും ഒക്കെ മക്കളെ പ്രവർത്തിക്കാൻ വിടുന്ന അച്ഛനമ്മമാരെ ഒരു നിമിഷം നിങ്ങളിതൊക്കെ ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് തീരുമാനിക്കുക.